യേശു മരണശേഷം എവിടേക്കാണ് പോയത്, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ? ഈ ചോദ്യത്തെക്കുറിച്ച് വളരെയധികം ആശയക്കുഴപ്പമുണ്ട്. കുരിശിലെ മരണശേഷം യേശു നരകത്തിൽ പോയി എന്ന ആശയം പ്രധാനമായും അപ്പോസ്തലന്മാരുടെ വിശ്വാസപ്രമാണത്തിൽ നിന്നാണ് വരുന്നത്. അത് അവൻ നരകത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നു. അവ എങ്ങനെ വിവർത്തനം ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ച് യേശു നരകത്തിലേക്ക് പോകുന്നതായി വിവരിക്കുന്ന ചില തിരുവെഴുത്ത് ഭാഗങ്ങളുമുണ്ട്. ഈ വിഷയം പഠിക്കുമ്പോൾ മരിച്ചവരുടെ മണ്ഡലത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. എബ്രായ തിരുവെഴുത്തുകളിൽ മരിച്ചവരുടെ മണ്ഡലത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദം ഷിയോൾ ആണ്. അതിന്റെ അർത്ഥം മരിച്ചവരുടെ സ്ഥലം അല്ലെങ്കിൽ മരിച്ച ആത്മാക്കളുടെ സ്ഥലം എന്നാണ്. പുതിയ നിയമത്തിലെ ഷിയോളിന് തുല്യമായ ഗ്രീക്ക് പദം ഹേഡീസ് ആണ്. ഇത് മരിച്ചവരുടെ സ്ഥലം എന്നും സൂചിപ്പിക്കുന്നു. പുതിയ നിയമം ഷിയോൾ ഹേഡീസ് ഒരു താൽക്കാലിക സ്ഥലമാണെന്ന് സൂചിപ്പിക്കുന്നു. അവിടെ ആത്മാക്കൾ അന്തിമ പുനരുത്ഥാനത്തിനും ന്യായവിധിക്കും കാത്തിരിക്കുമ്പോൾ സൂക്ഷിക്കപ്പെടുന്നു. വെളിപാട് 2:1-1-1-5 ഹേഡീസും തീപ്പൊയ്കയും തമ്മിൽ വ്യക്തമായ വ്യത്യാസം കാണിക്കുന്നു. നഷ്ടപ്പെട്ടവരുടെ സ്ഥിരവും അന്തിമവുമായ ന്യായവിധി സ്ഥലമാണ് തീപ്പൊയ്ക. അപ്പോൾ ഹേഡീസ് ഒരു താൽക്കാലിക സ്ഥലമാണ്. പലരും പാതാളത്തെയും തീപ്പൊയ്കയെയും നരകം എന്ന് വിളിക്കുന്നു. ഇത് ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നു. യേശു മരണശേഷം ഒരു ദണ്ഡന സ്ഥലത്തേക്ക് പോയില്ല, പക്ഷെ അവൻ പാതാളത്തിലേക്ക് പോയി. 2 വിഭാഗങ്ങളുള്ള ഒരു മേഖലയാണ് ഷിയോൾ ഹേഡീസ്, അനുഗ്രഹത്തിന്റെയും ന്യായവിധിയുടെയും സ്ഥലം. മത്തായി 11:23, 16:18, ലൂക്കോസ് 10:15, 16:23, പ്രവൃത്തികൾ 2:2-7-3-1. രക്ഷിക്കപ്പെട്ടവരുടെയും നഷ്ടപ്പെട്ടവരുടെയും വാസസ്ഥലങ്ങളെ ബൈബിളിൽ പൊതുവെ പാതാളം എന്ന് വിളിക്കുന്നു. കൂടുതൽ അറിയാൻ വെബ്സൈറ്റ് സന്ദർശിക്കൂ.